ഒന്ന് മെല്ലെ പോ കുഞ്ഞേ. മുത്തശ്ശിക്ക് വലിയ വയസ്സായില്ലേ? മുത്തശ്ശിക്ക് എത്ര വയസ്സായി? മുത്തശ്ശിക്കും നിന്റെ അതേ വയസ്സ് തന്നെ. മുത്തശ്ശി സത്യം പറ മുത്തശ്ശി. ഏടി കുറുമ്പി, അപ്പോഴേക്ക് പിണങ്ങിയോ? മുത്തശ്ശി പറഞ്ഞു, നിന്റെ സ്കൂളിന് ഇത്തവണ 100ാം വാർഷികല്ലേ? മുത്തശ്ശിക്കും 100 വയസ്സായി. നിന്റെ സ്കൂളിലെ മുത്തശ്ശിയുടെ കൂടെ ജനിച്ച് കളിച്ച് വളർന്നതാ. മുത്തശ്ശിയും ഈ സ്കൂളിലാ പഠിച്ചേ. കാലം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മകൾ പിന്നീട് ചരിത്രങ്ങളായി മാറുന്നു. 100 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ മോങ്ങം UP സ്കൂളിൻ്റെ 2024-25 അധ്യയന വർഷത്തിൽ നടന്ന തിരഞ്ഞെടുത്ത പ്രധാന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഈ സ്മരണികയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതും ചരിത്രങ്ങളാവും. പുതിയ കാലത്തിനും ചരിത്രങ്ങൾക്കും വഴിമാറും. സ്മരണിക 2024-25. പ്രവേശനോത്സവം. പൂമ്പാറ്റകളെപ്പോലെ പാറി വന്ന കുഞ്ഞു കുരുന്നുകൾക്ക് വർണ്ണശബളമായ പ്രവേശനോത്സവമാണ് സ്കൂളിൽ വെച്ച് നടത്തിയത്. വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർ ഒരുക്കിയ പാവത്തൊപ്പികൾ അണിയിച്ച് ശിങ്കാരി മേളത്തിൻ്റെയും സ്കൂളിൻ്റെ ബാൻഡ് വാദ്യ സംഘത്തിൻ്റെയും അകമ്പടിയോടുകൂടി സ്കൂളിലേക്ക് ആനയിച്ചു. സമ്മാന കിറ്റുകളും മധുര പലഹാരങ്ങളും കുട്ടികൾക്കായി വിതരണം ചെയ്തു. വ്യത്യസ്തമായ പ്രവേശനോത്സവമാണ് അരങ്ങേറിയത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കെട്ടിലും മട്ടിലും നിയമങ്ങളും അനുസരിച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പാണ് സ്കൂളിൽ വെച്ച് നടത്തിയത്. നാമനിർദ്ദേശ പട്ടിക നൽകുകയും സ്ഥാനാർത്ഥികൾക്കായി മീറ്റ് ദ കാൻഡിഡേറ്റ് പോലുള്ള പ്രചാരണ പരിപാടികളും നടത്തി. 7ാം ക്ലാസ്സിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നത്. വിവിധ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ സത്യപ്രതിജ്ഞ നടത്തി സ്ഥാനമേറ്റെടുക്കുകയുണ്ടായി. സ്കൂൾ ലീഡറായി 7A ക്ലാസ്സിലെ ഷെല്ല PK എന്ന വിദ്യാർത്ഥിനി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ PTA. ഒരു അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നടത്തുന്ന ആദ്യ PTA ആയിരിക്കും സ്കൂളിന്റെ ആ വർഷത്തെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള പരസ്പര ആശയവിനിമയത്തിന്റെ താക്കോലെന്ന് പറയുന്നത്. ക്ലാസ് അധ്യാപകന്റെ നേതൃത്വത്തിൽ 14/6/2024 നടന്ന ആദ്യ PTA ഹെഡ്മാസ്റ്റർ അബ്ദുൽ റഷീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓരോ ക്ലാസ്സിലും വിവിധ വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകർ രക്ഷിതാക്കളുമായി പരിചയപ്പെടുത്തൽ നടത്തി. ചാന്ദ്രദിനം. നമ്മുടെ സ്കൂളിന്റെ യശസ്സുയർത്തിയ മറ്റൊരു പ്രവർത്തനമായിരുന്നു ചാന്ദ്രദിനത്തിൽ നമ്മുടെ സ്കൂളിന്റെ ചാന്ദ്രയാൻ 4 പദ്ധതി. VFXന്റെ ആധുനികതയും ആനിമേഷന്റെയും സഹായത്തോടുകൂടി അലി മുഹമ്മദ് മാസ്റ്ററിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും പിറവിയെടുത്ത ചാന്ദ്രയാൻ 4 കുട്ടികളിൽ കൗതുകവും വിജ്ഞാനവും ഉണർത്തി. വിദ്യാർത്ഥികളായ ഷെല്ലയും ജന്നയും തന്റെ അഭിനയ മികവുകൾ പുറത്തെടുത്തതോടെ തമാശയും വിജ്ഞാനവും കോർത്തിണക്കിക്കൊണ്ട് സ്കൂളിൽ നിന്ന് പുറപ്പെട്ട ചന്ദ്രയാൻ 4 റോക്കറ്റ് വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്തു. ശേഷം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ സ്കൂളിലെ ചന്ദ്രയാൻ 4 പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്തു. മാത്സ് ക്ലിനിക്. ഗണിത പഠനം കുട്ടികളിൽ ലളിതവും കൗതുകവും അറിവും വർദ്ധിപ്പിക്കുന്ന ഒരു വേറിട്ട പ്രവർത്തനം സ്കൂളിൽ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു. സ്കൂളിലെ ഗണിത അധ്യാപകനായുള്ള അബ്ദുൽ അസീസ് മാസ്റ്ററുടെയും നേതൃത്വത്തിൽ നടന്ന ഗണിത ക്ലാസ് സ്കൂളിൽ വലിയ പ്രചാരം നേടി. ഗണിതത്തിലെ വൈവിധ്യങ്ങൾ വിദ്യാർത്ഥികളോട് തന്നെ സംവദിച്ചു മനസ്സിലാക്കുന്ന മാത്സ് ക്ലിനിക് ഈ വർഷത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. സ്കൂൾ പ്രധാനാധ്യാപകൻ റഷീദ് മാസ്റ്റർ മാത്സ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. കൊണ്ടോട്ടി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സർഗാത്മകതയാണ് ഓരോ ശാസ്ത്രമേളകളും. നൂതന കാലത്തിന്റെ പുതിയ ശാസ്ത്ര കാഴ്ചപ്പാടുകൾ അണിയിച്ചൊരുക്കുന്ന ഈ വർഷത്തെ ശാസ്ത്രമേള വയനാട് ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ശാസ്ത്രവിഭാഗത്തിൽ ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ് സംവിധാനവും
സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ ഉരുൾപൊട്ടലിന്റെ പ്രവർത്തന മാതൃകയും പ്രത്യേകം പരാമർശം നേടുകയും 1-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. സ്കൂൾ ഒളിമ്പിക്സ്. കലയിൽ മാത്രമല്ല കായിക രംഗത്തും സംസ്ഥാന തലത്തിലേക്ക് താരങ്ങളെ നൽകാൻ ഈ കൊച്ചു കലാലയത്തിന് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ സ്പോർട്സ് എന്നതിൽ നിന്നും സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരുമാറ്റം തന്നെ കായിക രംഗത്തെ പുതിയൊരു ചുവടുവെപ്പാണ്. സ്കൂൾ ഗെയിംസിൽ നാം ഈ വർഷം ഒരുപാട് മുന്നേറി. ഫുട്ബോളിൽ കൊണ്ടോട്ടി ഉപജില്ലയിലെ 3 വ്യത്യസ്ത മേജർ ടൂർണമെന്റുകളിൽ നമ്മുടെ സ്കൂൾ ടീം ചാമ്പ്യന്മാരായി. 7-ാം ക്ലാസ്സിലെ റഫ്നാസ് CK എന്ന വിദ്യാർത്ഥി നമ്മുടെ മോങ്ങം ഫുട്ബോൾ അക്കാദമിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ-15 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കൊണ്ടോട്ടി ഉപജില്ല വോളിബോൾ ടൂർണമെന്റിൽ 1-ാം സ്ഥാനം നേടിയപ്പോൾ തുടർച്ചയായ 3-ാം വർഷവും നമ്മുടെ സ്കൂളിൽ നിന്ന് ഖോ ഇനത്തിൽ സംസ്ഥാന തലത്തിലേക്ക് താരങ്ങളെത്തി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഖോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലയ്ക്കു വേണ്ടി 6-ാം ക്ലാസ്സിലെ സഫ സുൽത്താന പങ്കെടുത്തു. കഴിഞ്ഞ ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ഹാൻഡ് ടൂർണമെന്റ് നമ്മുടെ സ്കൂളിൽ നിന്ന് റഫ്നാസ്, റയ, ഇഷ മറിയം എന്നിവർ പങ്കെടുത്ത് മലപ്പുറത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2-ാം സ്ഥാനം കരസ്ഥമാക്കി. കൊണ്ടോട്ടി ഉപജില്ല സ്കൂൾ കലോത്സവം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. അതിനു മുന്നോടിയായുള്ള ഉപജില്ലാ കലോത്സവം ഒഴുകൂർ ക്രസന്റ് സ്കൂളിൽ വെച്ച് നടന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തികച്ചും മത്സരബുദ്ധിയോടെ താരങ്ങൾ മാറ്റുരച്ച മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു. തുടർച്ചയായി 2-ാം തവണയും ദക്ഷ നാടോടി നൃത്തത്തിൽ ജില്ലയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. മാത്രമല്ല കുച്ചിപ്പിടിയിൽ മത്സരിച്ച അനുഷ്ക 1-ാം സ്ഥാനത്തോടുകൂടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കടുത്ത മത്സരത്തിനൊടുവിൽ അറബിക് കലാമേളയിൽ ഓവറോൾ 3-ാം സ്ഥാനം നമ്മൾ പിടിച്ചെടുത്തു. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം. 1924 ഓത്തുപള്ളിയായി ആരംഭിച്ച മോങ്ങം സ്കൂൾ 100 വർഷം പിന്നിട്ട് തല ഉയർത്തി നിൽക്കുന്നു. മോങ്ങത്തെയും പരിസര പ്രദേശങ്ങളിലെയും അക്ഷര കുതുകികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മുത്തശ്ശി വിദ്യാലയം. തലമുറകൾക്ക് അക്ഷരജ്ഞാനത്തിന്റെ മാധുര്യം പകർന്നു നൽകാനും അതുവഴി ഈ കലാലയത്തെ നെഞ്ചിൽ സൂക്ഷിക്കുന്ന അനേകായിരങ്ങളാണ് ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ, സേവന, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം പ്രഗത്ഭരാണ് ഈ കലാലയത്തിന്റെ മുതൽക്കൂട്ട്. സ്കൂളിന്റെ കിതപ്പിലും കുതിപ്പിലും കൂടെ നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. ശിശുദിനം. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികൾക്കു വേണ്ടി ഒരു ദിനം. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം. രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മതിവരുവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ശിശുദിനാഘോഷങ്ങളുടെ ലക്ഷ്യം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികൾക്കും സമാനമായ അവസരങ്ങൾ നൽകുക എന്ന വിദ്യാഭ്യാസ അവകാശത്തെ മാനിച്ചുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയുള്ള ഉൾച്ചേർന്ന വിദ്യാഭ്യാസം വളരെ ഫലവത്തായി നാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്കൂളിലെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള വിദ്യാർത്ഥികളെ മറ്റു കുട്ടികളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ആവശ്യമായ പിന്തുണകൾ നൽകി ക്രിയാത്മകമായ രീതിയിൽ ക്ലാസുകൾ നടത്തിവരുന്നു. സ്കൂളിലേക്ക് വരാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെ വീട്ടിൽ ചെന്ന് നേരിൽ കണ്ട് ആവശ്യമായ പിന്തുണ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ഗാന്ധി ദർശൻ. ഗാന്ധിയൻ ചര്യകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വർഷം തോറും നടത്തിവരുന്ന ഉപജില്ലാ ഗാന്ധി ദർശൻ കലാമേളയിൽ തുടർച്ചയായ 8-ാം തവണയും നമ്മൾ ഓവറോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കൊണ്ടോട്ടി ഉപജില്ലയിലെ മുഴുവൻ UP സ്കൂളുകളും പങ്കെടുത്ത ഗാന്ധി ദർശൻ കലാമേളയിലെ ഈ ഓവറോൾ 1-ാം സ്ഥാനം സ്കൂളിന്റെ തുടർ വിജയങ്ങളുടെ മാറ്റുകൂട്ടി. ജില്ലാ കലാമേള. സബ് ജില്ലാ കലാമേളയിലെ മികച്ച പ്രകടനം ഈ വർഷവും സ്കൂളിനെ ജില്ലാ കലാനഗരിയിലേക്കെത്തിച്ചു. കോട്ടക്കലിൽ വെച്ച് നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 12 കുട്ടികൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു. നാടോടി നൃത്ത മത്സരത്തിൽ തുടർച്ചയായി 2-ാം തവണയും A ഗ്രേഡോടുകൂടി 1-ാം സ്ഥാനം കരസ്ഥമാക്കി ദക്ഷ തന്റെ പ്രതിഭ ഊട്ടി ഉറപ്പിച്ചു.
കുച്ചിപ്പുടിയിൽ എ ഗ്രേഡോടുകൂടി 4ാം സ്ഥാനം നേടി അനുഷ്കയും തിളങ്ങി. ഗ്രൂപ്പിനമായ തിരുവാതിര കളിയിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനത്തോടെ എ ഗ്രേഡ് കരസ്ഥമാക്കി. നാസ് NAS പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലക്ഷ്യം വയ്ക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. രാജ്യാന്തര തലത്തിൽ നിലവാരം പരിശോധിക്കാനുള്ള നാസ് പരീക്ഷയുടെ ഭാഗമായുള്ള സാറ്റ് പരീക്ഷയിൽ, NIS പരീക്ഷയുടെ ഭാഗമായുള്ള SAT പരീക്ഷയിൽ മികച്ച നിലവാരം പുലർത്താൻ സാധിച്ചു. സ്വാതന്ത്ര്യദിനം ചരിത്രം എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നീണ്ട 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യം ഇന്നും വളർച്ചയുടെ വക്കിൽ തന്നെയാണ്. 78ാം സ്വാതന്ത്ര്യദിനം മികച്ചതും ഐക്യമുള്ളതുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന സന്ദേശത്തോടെ നമ്മളും ആഘോഷിച്ചു. അമ്മ വായന. ആദ്യാക്ഷരം കുഞ്ഞുനാവിൽ പകർന്നു നൽകുന്നത് അമ്മയാണ്. അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയ അമ്മമാർക്കു വേണ്ടി സ്കൂൾ ലൈബ്രറി അമ്മ വായന ആരംഭിച്ചു. പുസ്തകലോകത്ത് മക്കളുടെ കൂടെ വിരചിക്കാൻ അമ്മമാർക്കും അതൊരു പുതിയ അനുഭവമായി മാറി. സ്കൂൾ കലാമേള. താളമേള വാദ്യങ്ങളുടെ ഉത്സവം പോലെ അരങ്ങിൽ സർഗാത്മകതയുടെ വെളിച്ചം വീശുന്ന സ്കൂൾ കലോത്സവം ഈ നാടിന്റെ ഉത്സവമാണ്. മാപ്പിളകലയുടെ സൗകുമാര്യതയും നൃത്തങ്ങളുടെ മൂർത്തീഭാവങ്ങളും വേദികളിൽ നിറഞ്ഞാടുന്നത് ഈ സുദിനത്തിലാണ്. ശിവടമരുകനാഥത്തിൽ ഭരതനാട്യവും പ്രാകൃത നാടകത്തിൽ നിന്നും നൃത്തത്തിലേക്ക് ചുവടുവെച്ചു വന്ന കുച്ചിപ്പുടിയും വേദിക്ക് മാറ്റുകൂട്ടി. വിജയസ്പർശം അഥവാ ഹോപ്പ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം എന്നിവയിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ വിജയവീഥിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ വിജയസ്പർശം അഥവാ ഹോപ്പ് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് നല്ല പഠന പിന്തുണ നൽകാൻ സാധിച്ചു. പഠനത്തിൽ വിദ്യാർത്ഥികളെ മുൻനിരയിൽ എത്തിക്കുക, അധിക പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തുക, ഫെബ്രുവരിയോടെ എല്ലാ കുട്ടികളെയും പഠന നിലവാരത്തിൽ മുൻനിരയിലെത്തിക്കുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് വിജയസ്പർശത്തിനുള്ളത്. പഠനയാത്ര. കുട്ടികൾക്ക് പുസ്തകജ്ഞാനത്തിനു പുറമെ നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകുക, ചരിത്ര, പാരിസ്ഥിതിക, സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് അറിവ് നേടാൻ അവസരമൊരുക്കുക, കൂട്ടായ പ്രവർത്തനങ്ങളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും വളർത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ നടത്തുന്ന പഠനയാത്രകൾ ഈ വർഷവും വിപുലമായി സംഘടിപ്പിച്ചു. പ്രകൃതിയുടെ വരദാനം എന്നറിയപ്പെടുന്ന തണുപ്പും മൂടിക്കെട്ടിയ മഞ്ഞുമൂടിയ കാലാവസ്ഥയുമുള്ള കൊടൈക്കനാലിലേക്കായിരുന്നു 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠനയാത്ര. പ്രകൃതിയോട് ചേർന്ന് ഒരാഴമുള്ള അനുഭവം നേടാൻ വിദ്യാർത്ഥികൾക്കായി കേരളത്തിന്റെ സമുദ്ര തീരത്തുള്ള ഒരു പ്രധാന വാണിജ്യ, സാംസ്കാരിക, ചരിത്ര കേന്ദ്രമായ അറബിക്കടലിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന കൊച്ചി ഉൾപ്പെട്ട എറണാകുളത്തേക്കായിരുന്നു 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പഠനയാത്ര സംഘടിപ്പിച്ചത്. കാടറിവ്. പരിസ്ഥിതിയെയും ജൈവ വൈവിധ്യത്തെയും നേരിട്ടറിഞ്ഞു മനസ്സിലാക്കാൻ കാടറിവ് എന്ന പേരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രകൃതി പഠനയാത്രയിലൂടെ സാധ്യമായി. വയനാട് തോൽപ്പെട്ടി വനാന്തരങ്ങളിൽ ഒരു ദിവസം തങ്ങി സസ്യജീവി വർഗങ്ങളെക്കുറിച്ച് നേരനുഭവം നേടിയെടുക്കാൻ ഈ യാത്രയിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ISL. ഈ അധ്യയന വർഷത്തെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് തുടർച്ചയായി 2ാം വർഷവും മോങ്ങം ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരം നേരിട്ട് വീക്ഷിക്കാനായി എറണാകുളം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു. ഈ ISL മത്സരം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. തലമുറകളിലൂടെ പകർന്നുകൊടുത്ത അക്ഷര വെളിച്ചത്തിന്റെ 100 വർഷങ്ങൾ ഇവിടെ വിരാമം കുറിക്കുന്നു. 2024-25 അധ്യയന വർഷത്തെ ഏതാനും ചില നേട്ടങ്ങൾ മാത്രമാണ് സമയപരിമിതി മൂലം നിങ്ങളിലേക്ക് ഈ ഒരു ചെറിയ ഡോക്യുമെന്ററിയിലൂടെ എത്തിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് സ്കൂളിന്റെ പുതിയ നേട്ടങ്ങൾക്ക് സാക്ഷിയാകാൻ മറ്റൊരു അധ്യയന വർഷം കുട്ടികളെ കാത്തിരിക്കുന്നു. വീണ്ടും കാണാം.